വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയുടെ വാണിജ്യ ഭൂപടത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങുകയാണ്. ദക്ഷിണേന്ത്യയുടെ ഏറ്റവും വലിയ തുറമുഖ കേന്ദ്രമായി മാറാൻ തയ്യാറെടുക്കുന്ന ഈ പദ്ധതി രാജ്യാന്തര സമുദ്ര ഗതാഗത മേഖലയിൽ ഇന്ത്യയെ കൂടുതൽ ശക്തിപ്പെടുത്തും. രണ്ടും മൂന്നും ഘട്ട വികസനത്തിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി കൂടി ലഭിച്ചതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉയർച്ചയ്ക്ക് പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ്. ഈ അനുമതിയോടെ മാസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമാകുകയാണ്. പദ്ധതിയുടെ ഔദ്യോഗിക കമ്മീഷനിങ്ങിന് ഇനി അധികം താമസം ഇല്ലാതാകുമെന്നാണ് സൂചന. രണ്ടും മൂന്നും ഘട്ട വിപുലീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം തുറമുഖം എക്കാലത്തെയും ഏറ്റവും കാര്യക്ഷമവും ഉയർന്ന ശേഷിയുമുള്ള തുറമുഖമായി മാറും. 2028ഓടെ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. ഇതോടെ കേരളം മാത്രമല്ല, ഇന്ത്യയുടെ സമുദ്ര ഗേറ്റ്വേ എന്ന പദവിയിലേക്ക് വിഴിഞ്ഞം കുതിച്ചുചാട്ടം നടത്തും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി വാണിജ്യബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ, വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കാൻ, വിപുലമായ ലോജിസ്റ്റിക് ഹബ്ബായി മാറാൻ വിഴിഞ്ഞം തുറമുഖം നിർണായക പങ്കുവഹിക്കും. വിഴിഞ്ഞത്തിന്റെ രണ്ടും മൂന്നും ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി 77 ഹെക്ടർ വിസ്തൃതിയിലായി അധിക ഭൂമി ഏറ്റെടുക്കാനാണ് നീക്കം. കണ്ടെയ്നർ ടെർമിനലിന്റെ നീളം 1200 മീറ്ററിലേക്ക് കൂട്ടുന്നതിനൊപ്പം തുറമുഖത്തിലെ പ്രധാന ഭാഗമായ പുലിമുട്ടിന്റെ നീളവും 900 മീറ്റർ വർദ്ധിപ്പിക്കും. ഇതിലൂടെ വലിയ കപ്പലുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ പ്രവേശനം ലഭിക്കുമ്പോൾ ചരക്ക് കൈമാറ്റം വേഗത്തിലാക്കാനും കൂടുതൽ കപ്പലുകൾ ഒരേ സമയം നങ്കൂരമിടാനും അവസരമൊരുക്കും. 1200 മീറ്റർ നീളമുള്ള മൾട്ടി പർപ്പസ് ബർത്തുകൾ, 250 മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകൾ, ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നതിലൂടെ വിഴിഞ്ഞം തുറമുഖം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരും. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റം കൊണ്ടുവരുന്ന പദ്ധതിയാണ്. നിലവിൽ പ്രതിവർഷം 30 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഈ തുറമുഖത്തിന് അത്യാധുനിക ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ 45 ലക്ഷം കണ്ടെയ്നറുകൾ വരെയും കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്നത് സംശയരഹിതം. വിഴിഞ്ഞം തുറമുഖം പരമാവധി ഉപയോഗപ്പെടുത്തുമ്പോൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും തൊഴിൽ മേഖലയിലും ഇത് വലിയ ഉണർവ് സൃഷ്ടിക്കും. തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ട വിപുലീകരണത്തിനായി ഏകദേശം 10,000 കോടി രൂപ ചെലവഴിക്കും. വാണിജ്യ മേഖലയിൽ കേരളത്തിന് ഇതൊരു വലിയ മുന്നേറ്റമാകും. പുതിയ തുറമുഖ വികസനം പൂർത്തിയാകുമ്പോൾ കൊച്ചിൻ തുറമുഖം ഉൾപ്പെടെയുള്ള നിലവിലെ തുറമുഖങ്ങളുമായി അതിന്റെ ബന്ധം കൂടുതൽ ശക്തമാകും. അതിനൊപ്പം രാജ്യാന്തര ചരക്ക് ഗതാഗതത്തിന് കേരളം ഒരു പ്രധാന കേന്ദ്രമായി മാറാനും സാധ്യതയുണ്ട്. ഭൂമിശാസ്ത്രപരമായ ഗുണങ്ങൾ ഉപയോഗപ്പെടുത്തി കൊളംബോ, ദുബായ്, സിംഗപ്പൂർ, ഷാങ്ഹായ് തുടങ്ങിയ ലോകോത്തര തുറമുഖങ്ങൾക്ക് സമയപരിമിതികൾക്കുള്ളിൽ തന്നെ വിഴിഞ്ഞവുമായി ബന്ധപ്പെടാൻ കഴിയും. വമ്പൻ ചരക്ക് കപ്പലുകൾ നേരിട്ട് വിഴിഞ്ഞത്തെത്തുകയും ഇവിടെ നിന്നും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പുനർവിതരണം നടത്തുകയും ചെയ്യാൻ കഴിയും. ഇതിലൂടെ ഇന്ത്യയുടെ സമുദ്ര ഗതാഗത ചെലവ് കുറയ്ക്കാനും കയറ്റുമതി ഇറക്കുമതി മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും കഴിയും. തുറമുഖ വികസനം പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം ഒരു ലോജിസ്റ്റിക് ഹബ്ബായി മാറും. പുതുതായി ലഭ്യമായ ഭൂമി, ആധുനികമായ സാങ്കേതിക വിദ്യകൾ, വിപുലമായ ചരക്ക് കൈമാറ്റ സൗകര്യങ്ങൾ എന്നിവ കേരളത്തിന് മാത്രമല്ല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖ വികസനം കേരളത്തിന്റെ മാത്രം വളർച്ചയല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആഗോള ഇടപെടലുകൾക്കും വലിയ മാറ്റമുണ്ടാക്കും.